നമസ്കാരം. ഡു എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമല യാത്രയുടെ ആദ്യ ഭാഗം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞങ്ങളുടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം രണ്ടാം ഭാഗം കാണണമെന്നുള്ള അഭ്യർത്ഥന മാത്രം ഈ ഒരു അവസരത്തിൽ മുന്നോട്ട് വെച്ചുകൊള്ളട്ടെ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക്. പാനുണ്ട മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തലശ്ശേരിയിൽ തന്നെയുള്ള തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. നടയടക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ അവിടുന്ന് മടങ്ങി. നാഷണൽ ഹൈവേയിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ചെന്നത് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്ര ദർശനം കഴിയുമ്പോഴേക്കും സമയം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ഇനി നേരെ ഗുരുവായൂരിലേക്കാണ്. വല്ലപ്പോഴും നാട്ടിൽ വരാറുള്ള പൊന്നുവിന് ഈ യാത്ര ശരിക്കും ഒരു നല്ല ഓർമ്മയായിരിക്കും. കാറ്റും മഴയും വെയിലും മണവും ഒക്കെ കണ്ടും അറിഞ്ഞും ഒരു യാത്ര. അങ്ങനെ അവസാനം ഗുരുവായൂർ കണ്ണൻ്റെ അടുത്തെത്തി. നല്ല തിരക്കുണ്ടായത് കാരണം ഉള്ളിൽ കയറി തൊഴാൻ സാധിച്ചില്ല. എന്നാലും എന്താ, തൊഴുകൈകളോടെ പുറത്തു നിന്നും നല്ലതുപോലെ പ്രാർത്ഥിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോളണേ. ശബരിമല യാത്രയുടെ രണ്ടാം ദിവസം നാലമ്പല ദർശനത്തോടു കൂടിയാണ് ആരംഭിച്ചത്. അതിന് തുടക്കമിട്ടത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നാണ്. തുടർന്ന് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ കൂടി ദർശനം പൂർത്തിയാക്കുമ്പോഴാണ് നാലമ്പല ദർശനം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. യഥാക്രമം ഭഗവാൻ ശ്രീരാമൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെയും പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഏറ്റവും വിശേഷപ്പെട്ട ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നാലമ്പല ദർശനത്തിനോടൊപ്പം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഞങ്ങൾ ദർശനം നടത്തേണ്ടായി. എടുത്തോ
കൊടുങ്ങല്ലൂർ അച്യുതൻ ഇവിടെ എവിടെ പഴം കിട്ടുമോ? ഞാൻ ബാക്കിൽ ആൾ അപ്പോൾ എന്ത് fishermen they go on to the ocean and without much time they collect their four idols
and brought to the palace. The first thing they want to segregate these ones because these 4 idols they bought from the ocean. They are not aware which is Sri Rama, which is Bharata, Lakshmana, Shatrugna. According to Hindus, they are what they are doing. That Ashtamangalya Prashanam they are doing. According, they called up that astrologist over there and they segregated first this Sri Rama, Bharata, Lakshmana and Shatrugna. The next thing they have to decide where they have to install these 4 idols. According to that astrologist, the discretion, they told that nearby the water presence, wherever is the water presence, means the river side, have to install these 4 deities. According to that, Sri Rama, that is Tripura river, but this is old name was in 5,000 years before that name was Tivra river. It's not Tripura river. And side by that Sri Rama Bhagavan is installed over there. The next one is Irinjalakuda. Irinjalakuda, that is Kulibani Tirtham, we will call it. But there is no Tirtha. At present you can see only the big ponds over there. And there are 2 names belong to this Irinjalakuda temple. One is Sangameshwara and the other is Kudal Manikam. How the Sangameshwara name they got is Saraswati and Ganga is joining over there. This all the history is like that. Then how the Kudal Manika name got, even nowadays also the devotees like you, one can see that light it is coming from the forehead. Okay? Then they reported these authorities over there and they want to trace that how it is coming. It is a diamond is there and they come to know that Kayangulam ruler, they are keeping one diamond like this and they send a messenger to that ruler and they bought that diamond over here while they are comparing the positive side, the energy and all, keeping in hand that diamond is gone to the forehead diamond and joined over there. That means Kudal means that is joining, okay? And diamond means Manikyam. Manikyam is the diamond. That is why Kudal Manikyam, that name comes. The third one is Lakshmana Bhagavan. And that is Periyar and Chalakudi river. And the old name was Purna river. Okay? Side by that Lakshmana Bhagavan is installed over there. And that is the temple. Only one in these all 4 temples is Divyadesham, 108 temples. That belongs to that Lakshmana Perumal. That is under Tiruvidankur Devasam board. And the 4th one is Sri Shatrugna temple. Behind you can see one paddy field, but the same the branch of Tripura river is actually. And after half a kilometer, again the river begins like that. And the history behind that is believed. One day, these 4 temples, any devotees used to come and worship, very particularly in Karkadaga Masam. In Tamil it is Adi Masam. Adi Masam. And the Karnataka, that is Ashada Masam. In that particular month, any devotees used to come and visit these 4 brothers, their ambitions will get fulfilled. According to that, every Ashada Masam, no, that Adi Masam, if you cannot reach over here, hundreds of buses will be here. And the concept behind again this pilgrimage, if you are coming for 4 temples concept, you are not eat belly full food. Okay, some snacks, some juices, and you come. And after finishing this 4th temple, we are catering 10,000 devotees every day. This prasada utu to them. That is the thing. And positive energy side, you are all aware. Just I am telling anybody, 1% is not aware about that. Positive energy means you come around 59 devotees from Bombay. Okay. You are coming and you are praying here. Your energy, positive energy is collected by that Lord. And after that, discharging, you are also collecting this. Discharging time is very less. In Ramayana Masam, every day 2 lakhs, 3 lakhs devotees used to come over here, and while they are praying, that total energy goes to him. And while like this time might be 200, 300 devotees only coming. That discharging
the energy to collect the devotees are count is less. That means extra energy always with the Lord. And while you are coming inside, that vibration you will feel inside, and you will not feel to go from here minimum by 1 hour, 2 hours like that. അത് രാമായണ മാസം രാമായണ മാസം എന്ന് പറഞ്ഞാൽ കർക്കിടകം, മലയാളത്തിൽ കർക്കിടകം എന്ന് പറയും. അത് എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് 2 months 2 years ജൂലൈ 17th ആണ് കർക്കിടകം 1ാം തീയതി ആയിരുന്നത്. ഇനി അഗെയിൻ ദ നെക്സ്റ്റ് ഇയർ ഇറ്റ് ഈസ് ജൂലൈ 16th. That is a matter of 1 or 2 days difference are there, 31 days. That is very particular. What all that is from my experience. After I told that I was working for Unilever, after retiring I come over here and find my experience. So many that hot-blooded gentlemen used to request for the visa and all. No, 3 years, 4 years they are waiting, and after that. You just come anytime. Very special, I am requesting you to come in Adi Masam. മാത്രം എന്നാൽ തുറന്നു നോക്കുമായിരുന്നു.
പൊണ്ണൂസ്. ഞാൻ പഠിപ്പിച്ച എല്ലാം എടുത്ത് പുറത്തെടുക്കരുത്. പിന്നത്തെ പിന്നെ അടുത്തത് മോഹനരൂപ അയ്യപ്പ വീര അയ്യപ്പ തിരുമണികണ്ഠ അയ്യപ്പ സദ്ഗുരുനാഥ അയ്യപ്പ സദ്ഗുരുനാഥ അയ്യപ്പ മോഹിനിസുതനെ അയ്യപ്പ രൂപ അയ്യപ്പ സ്വാമി തൊഴുതാ ഒരു സെക്കൻഡ് വാങ്ങിച്ചു. രാത്രി ഭക്ഷണത്തിന് ശേഷം രണ്ടാം ദിവസത്തെ യാത്ര അവസാനിച്ചത് മണ്ണാറശാലയിലാണ്. രാത്രിയിലെ താമസം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ദർശനത്തോടു കൂടിയാണ് മൂന്നാം ദിവസം തുടങ്ങുന്നത്. മൂന്നാം ദിവസത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിലാവട്ടെ. അതുവരെ സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.